നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിക്കനും കപ്പയും ചേർത്ത് അടിപൊളി ഒരു കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അസാധ്യ ടേസ്റ്റോടെ ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ലൈക്കും ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എങ്ങനെ ചിക്കൻ കപ്പ ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായി 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പ എടുക്കുമ്പോൾ നല്ല കപ്പ നോക്കിയെടുക്കണം. ഇപ്പോൾ പിന്നെ കപ്പയുടെ സീസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല കപ്പ കിട്ടും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം നമുക്ക്. അതിനായി ഒരു പാത്രം വെച്ചെടുക്കാം. അപ്പോൾ കപ്പ നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇനി ഇത് ചെറുതാക്കി ഒന്ന് ഇതേപോലെ കൊത്തി അരിഞ്ഞാണ്. അപ്പോൾ ഇതിന് ഇതേപോലെ വേരുകൾ ഉണ്ടാവും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ഉണ്ടോ? അപ്പോൾ കപ്പ മുഴുവനും വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിലാണ് വെള്ളം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുന്നില്ല. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവാൻ താമസം എടുക്കും. അപ്പോൾ ഉപ്പ് ഒരു പകുതി വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. എളുപ്പം കപ്പ വെന്ത് കിട്ടും. ഇനി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കപ്പ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചെടുക്കാം. ഇതിലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കപ്പ ബിരിയാണിയിൽ ഈ തേങ്ങ വറുത്തത് എന്തായാലും ചേർക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാകും കപ്പ ബിരിയാണിക്ക്. അത് പറ്റുന്നവരൊക്കെ പരമാവധി ചേർക്കാൻ നോക്കുക. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. മതി കേട്ടോ. ഇനി ഇത് ഇറക്കി വെക്കാം. കപ്പ വേവിക്കാൻ വെച്ചത് തുറന്നു നോക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് മതി. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കപ്പ ഒരു പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കപ്പ വേവാൻ സമയമെടുക്കും. അപ്പം ഇങ്ങനെ വേവിക്കുമ്പോൾ കപ്പ എളുപ്പം വെന്ത് കിട്ടും, വെള്ളം തിളച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. ഇനി ഒന്ന് മൂടി വെച്ച് കപ്പ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം വാർത്ത് വെച്ച് നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ പാത്രം വെച്ചെടുക്കാം. കപ്പ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പിട്ടെടുത്തത് ഉള്ളി ഒന്ന് എളുപ്പം വാടി കിട്ടാനാണ്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളി കപ്പയിലൊക്കെ ആയതുകൊണ്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കപ്പ ബിരിയാണി. അതൊന്ന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നെയ്യിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കപ്പ ബിരിയാണി. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്, അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ചതച്ചതാണ്. 2 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി വേവുന്ന വരെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇതൊക്കെ കൂട്ടി പൊടിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. 1 പിടി മല്ലിച്ചപ്പ് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില. ഇതിലേക്ക് 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. 2 കിലോ കപ്പയ്ക്ക് 1 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 നാരങ്ങ പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈരൊന്നും ചേർക്കരുത് കേട്ടോ അതിൽ. ഇനി നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 നുള്ളു സുർക്ക ചേർത്താലും കുഴപ്പമില്ല. തൈര് ചേർത്ത് കഴിഞ്ഞാൽ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും. തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് ആദ്യം. അപ്പോൾ അത് ഉപ്പ് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ കപ്പ ബിരിയാണിക്ക് ആവശ്യമായ വെള്ളത്തിന് വേണ്ടിയാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ പാകത്തെ വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ മസാല, ചിക്കൻ മസാല അടിപൊളിയായിട്ടുണ്ട്. കപ്പ ബിരിയാണി എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഓവറായി ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഉടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. കപ്പ മുഴുവനും ഇട്ടെടുത്തു. ഇനി ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്യണില്ല. അതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. നമ്മൾ ആദ്യം വറുത്ത് വെച്ച 1 മുറി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പ ബിരിയാണിക്ക്. തേങ്ങ ഉള്ളവർ എന്തായാലും ചേർത്ത് നോക്കണം. ഇതിൻ്റെ മുകളിൽ നിന്ന് വെതറി കൊടുക്കാം. മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കാം. പിന്നെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് തീ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. തീ ഒന്ന് ഓഫാക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കപ്പ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതേപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വെന്ത കപ്പയാണ്, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നല്ലവണ്ണം
നമ്മൾ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് കപ്പ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് മതി. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ വെളിച്ചെണ്ണ പച്ചക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കപ്പ ബിരിയാണി റെഡി ആയിട്ടാണ്. ഇതേപോലെ ചിക്കൻ വെച്ചിട്ട് കപ്പ ബിരിയാണി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും, അടിപൊളിയാവും. അപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.